വാട്സപ്പ് ഗീസലമ്മച്ചമാർക്കും ആയുഷ് ഉണ്ണീൻ്റെ പുതിയൊരിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും സാധനം ഗേസ്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന് ചെറുപ്പ് വന്നെത്തിയല്ലേ? അതെ, നമ്മൾ എല്ലാവരും കൂടെ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് ചെറുപ്പ് അല്ലേ? ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും അമ്മയില്ലേ, മാമൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. കാരണം അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അതുകൊണ്ട് മാമൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും കൂടെ 3 വണ്ടിയിലായിട്ടാണ് പോയത്. ഞാനും മാമനും മാമിയും കുഞ്ഞാവയും അങ്ങനെ എല്ലാവരുമായിട്ടാണ് പോയത്. പ്രസന്നാമ്മയും മാമിയും അമ്മയും അപ്പയും അങ്ങനെ എല്ലാവരുമായിട്ടാണ് 3 വണ്ടിയിലായിട്ടാണ് പോയത്. ഞാനും അപ്പാപ്പയും അപ്പയും കൂടെ ഒരു വണ്ടിയിൽ, പ്രസീതാമ്മയും പ്രസന്നാമ്മയും ആമിയും കൂടെ ഒരു വണ്ടിയിൽ, മാമനും മാമിയും കൊച്ചും കൂടെ ഒരു വണ്ടിയിൽ. അങ്ങനെ 3 വണ്ടിയിലായിട്ടാണ് പോയത്. കുഞ്ഞൊക്കെ അപ്പോഴേ ഉറങ്ങിപ്പോയി. കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര കാറ്റായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ ആമി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെ പറയുമെങ്കിലും മാമൻ പറയും, എടാ ഇതൊന്നും നമ്മൾക്ക് പറ്റിയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, നമുക്ക് കുറച്ച് ലെയറായിട്ടുള്ള സാധനമൊക്കെ വാങ്ങണം. അത് മാത്രമല്ല, എനിക്കിങ്ങനെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ കണ്ടു കിടക്കാനും കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭീമേൻ്റെ അവിടെ എത്തി. പിന്നെ ഒരു താരത്തുള്ള ഒരു കുറേ ലഞ്ചീറ്റൊക്കെ ഇതാക്കുന്ന അവിടെ നിന്ന് ഞങ്ങൾ ഒരു ലഞ്ചീറ്റ് വാങ്ങി. പിന്നെ ആ TVൻ്റെ അവിടെ വന്നു. അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു നല്ല ലാഭമായിട്ടുള്ളൊരു കടയുണ്ട്. 20-30 രൂപയൊക്കെ ഉള്ള എല്ലാം. അത് എന്ന് ഞങ്ങൾ ആമിക്കൊരു സ്കെയിലും എനിക്കൊരു കാറിൻ്റെ രൂപത്തിലെ റബ്ബറും പിന്നെ അങ്ങനെ നമുക്കൊരു പേന പെൻസിൽ പോലത്തെ ഇതും. പിന്നെ അപ്പോഴേക്ക് കുഞ്ഞ് എണ്ണീറ്റ് കേട്ടോ, ആ ശബ്ദമൊക്കെ കേട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വേറെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോയി. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വേറൊരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടനെയൊക്കെ പരിചയപ്പെട്ട്, ചേട്ടനും ആ ചേട്ടൻ്റെ അമ്മേനെയൊക്കെ പരിചയപ്പെട്ട്. പിന്നെ അപ്പോഴേക്കും അപ്പയും ആ കുഞ്ഞിനെയൊക്കെ എടുത്ത് നല്ല ഉറക്കം വരുന്നുണ്ട് കുഞ്ഞിനൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാത്രിയല്ലേ, കുഞ്ഞും ഇതുവരെയായിട്ട് ഇത്ര രാത്രിയൊന്നും എണീറ്റിട്ടില്ല. എന്നേക്കും ഒരു രാത്രി കിടന്നിട്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ എന്നേക്കും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങളൊരു കത്തുന്ന കണ്ണാടിയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ നിന്ന്. പിന്നെ ആമീൻ്റെ ഡ്രസ്സ് വാങ്ങിയായിരുന്നു കേട്ടോ. ആമീൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടു കാണും നേരത്തെ. ആ ഡ്രസ്സും കൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് റെഡ് ഹാർട്ട് ഒന്ന് കൊടുക്കണം. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വൈറ്റ് ഹാർട്ടും കൂടെ കൊടുത്തേക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് ആ കീച്ചേനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മാമൻ പറഞ്ഞ് അമ്മക്ക് ഇതൊന്നും പറ്റിയതല്ല, നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ടൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയിട്ടുള്ള അല്ല എന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് ഒന്ന് മുങ്ങിച്ച്. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മുനിസിപ്പാലിറ്റീൻ്റെ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. ആമി വേറെ കുറേ ഇതിലൊക്കെ കയറി, 3 റൈഡിൽ കയറി. അതിനകത്ത് ആദ്യത്തെ റൈഡാണിത്. പിന്നെ കയറിയത് എൻ്റെ റൈഡായിരുന്നു. ആ റൈഡാണ് മറ്റേ ആകാശത്തിലൊക്കെ ആകാശക്കുട്ടില്ല അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു. അതിനകത്താണ് ഞാൻ കയറിയത്. ബാക്കിയുള്ള എല്ലാവർക്കും പേടിയായിരുന്നു. മാമനും ഞാനുമാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലികൾ. ഇങ്ങനെ ഞാനും മാമനും കൂടെയാണ് മറ്റേ കറങ്ങുന്ന മറ്റേ ഇതില്ല, അപ്പോൾ ഒരു ക്ലോക്കൊക്കെ പോലെ ഇരിക്കുന്ന ആ സാധനത്തിലൊക്കെ കയറിയതും. അതുമാത്രമല്ല, എനിക്ക് ആകെ ഒരെണ്ണത്തിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് 11 മണിയായിട്ട് എല്ലാം പൂട്ടി. ഭയങ്കര ഇതായിരുന്നു. പിന്നെ അപ്പയ്ക്ക് മറ്റേ വളയ പോലത്തെ ഇതിനകത്താണ് ഇതിനകത്തല്ല, ഇത് തൊട്ടില്ലേ വേറൊരു ഇതിനകത്താണ് ഞങ്ങൾ കയറിയത്. ഇതിനകത്താണ് ഞങ്ങൾ കയറിയത്. ഇതിനകത്ത് കയറിയപ്പോഴേക്കും സമയം തീർന്നു. 11 മണിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പയ്ക്ക് വള എറിഞ്ഞ് വീഴ്ത്തുന്നതിൽ അപ്പയ്ക്കൊരു ക്യൂട്ടീസിൻ്റെ സോപ്പ് കിട്ടി. പിന്നെ ബോൾ എറിയുന്നതിൽ എനിക്കൊരു അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന ടെപ്പി കിട്ടി. ഞങ്ങൾ പൊളിയായിട്ടൊക്കെയാണ് പോയത്. ഇതിനെ തീപ്പെട്ടി തോക്കും ഒക്കെ ഫുള്ള് സെറ്റപ്പായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. എൻ്റെ പൊന്നോ, എപ്പോഴും ഞങ്ങൾ ഈ ഹോളിഡേ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഹോളിഡേയും ക്രിസ്മസ്, ചെറപ്പ്, പിന്നെ വിഷു, ഓണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. പിന്നെ അവിടെ മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു.
ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ആമയൊക്കെ കയറിയത്, ഇതിനകത്ത് ആമ കയറി, പിന്നെ ഇതിനകത്തും ആമയൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫുൾ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. എല്ലാത്തിനെയും അങ്ങനെ ഞങ്ങൾ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് കറക്കി കാണിക്കാം. നിങ്ങളൊന്ന് നോക്കിയിട്ട് വാ. അങ്ങനെ ഈ വളയെറിയലിന് അച്ചയ്ക്ക് ഒരു ഇത് കിട്ടി. പിന്നെ ബോൾ എറിയുന്നതിലും കൂടി ഉണ്ടായിരുന്നു. അപ്പയ്ക്കാണ് ഈ വളയെറിയലിൽ ഒരു ക്യൂട്ടീൻ്റെ സോപ്പ് കിട്ടിയത്. പിന്നെ അതേ ആമി ഇതിനകത്ത് കയറി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആമി കയറി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. ഒരു പറഞ്ഞു വരുവാണെങ്കിൽ ഒരു 12 ആയി കാണും അല്ലേ? 12 ആയി കാണും ഞങ്ങൾ വന്നപ്പം. 12 ആയി കാണും മിക്കവാറും. ഞങ്ങൾ 11 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ എത്തത്തുള്ളൂ അവിടെ. 1 മണിക്കൂർ എടുക്കും ഞങ്ങൾ ചെയ്യാനില്ല നേരത്ത്. ഒരു 12 മണിയൊക്കെ ആയി കാണും മിക്കവാറും, അല്ലെങ്കിൽ ഒരു 11:30, എന്തെങ്കിലും സമയം എത്രയെങ്കിലും ആട്ടെ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളിലൊക്കെ കയറി. പക്ഷെ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും കയറാൻ പറ്റിയില്ല. അമ്മയൊക്കെ എന്നോട് പറഞ്ഞു, പോട്ടെ, അടുത്ത വർഷം ഉണ്ടല്ലോ, ഇനി കുറേ വർഷങ്ങളുണ്ട്, എനിക്ക് എന്തിനൊക്കെ കയറാൻ പറ്റും, ഇനിയും കുറേ കാര്യത്തിൽ കയറാൻ പറ്റൂലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയപ്പോൾ ഞാനും അതിനൊന്ന് ചെന്ന്. അങ്ങനെ ഞാനും ആമീൻ്റെ അതിലൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ നേരം എടുത്ത്. പിന്നെ ഞാൻ എനിക്ക് സമ്മാനമായിട്ട് ഒരു അച്ചാറിന് ടെപ്പിയൊക്കെ കിട്ടിയില്ലേ, അതും നോക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.